ഫതുഹുൽ മുഈൻ 66-ാമത്തെ ക്ലാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അതിന്റെ ഉദ്ധരണി സ്ക്രീനിൽ നൽകാം ഇൻഷാ അല്ലാഹ്. ഫർഉൻ ഫി ബയാനി ഹുക്മി തഅദീലി സ്വലാത്തി ലി അവ്വലി വഖ്തിഹാ. നിസ്കാരം ആദ്യ സമയത്ത് തന്നെ പെട്ടെന്ന് നിസ്കരിക്കേണ്ടതിന്റെ വിധി വിശദീകരിക്കുന്നത്. ഫർഉൻ ഫി ബയാനി ഹുക്മി തഅദീലി സ്വലാത്തി ലി അവ്വലി വഖ്തിഹാ. ഫർഉൻ ഇതൊരു ഫർആൻ, വിശദീകരണങ്ങളാണ്. യുന്തബു തഅദീലു സ്വലാത്തിൻ, യുന്തബു സുന്നത്താക്കപ്പെടുന്നതാണ്. തഅദീലു സ്വലാത്തിൻ നിസ്കാരം ധൃതി കാണിക്കുക. വലോ ഇശാഅൻ, ഇശാ ആണെങ്കിൽ പോലും ലി അവ്വലി വഖ്തി, ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കുക സുന്നത്താണ്. ലി ഖബരി അഫ്ളലുൽ അഅമാലി അസ്സലാത്തു ലി അവ്വലി വഖ്തിഹാ എന്ന ഹദീസാണ് അതിന്റെ തെളിവ്. ഏറ്റവും മഹത്വമുള്ള ഇബാദത്ത് എന്താണ്? അഫ്ളലുൽ അഅമാലി, അമലുകളിൽ ഏറ്റവും അഫ്ളലാണ് അസ്സലാത്തു ലി അവ്വലി വഖ്തിഹാ, ആദ്യ സമയം നിസ്കരിക്കുന്നത്. തഖീറുഹാ അൻ അവ്വലിഹി, ആദ്യ സമയത്തെ തൊട്ട് പിന്തിപ്പിക്കുന്നത് സുന്നത്താണ്. ലിതയഖുനി ജമാഅത്തിൻ, ജമാഅത്ത് ഉറപ്പുണ്ട്. അസ്നാഅഹു, ആ സമയത്തിന് ഇടയിൽ കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ജമാഅത്ത് ഉറപ്പാണ്, എന്നാൽ പിന്തിപ്പിക്കൽ സുന്നത്താണ്. വൈൻ ഫഹുഷ തഖീറു, സംഗതി പിന്തിപ്പിക്കൽ കുറച്ച് മോശമായാൽ പോലും അത് സുന്നത്താണ്. വമാലം, അവിടെ യാനത്തിന്റെ ആ ഭാഗം ഒന്ന് കണ്ടാൽ എളുപ്പം കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പം മനസ്സിലാവും. തഖീറുഹ എന്ന് പറഞ്ഞാൽ ഐ വയുന്തബു തഖീറുഹ അൻ അവ്വലിൽ വഖ്തി എന്നാണ് എന്റെ അർത്ഥം. പിന്തിപ്പിക്കൽ ആദ്യ സമയത്ത് നിന്ന് പിന്തിപ്പിക്കൽ സുന്നത്താണ് എന്നാണ് തഖീറുഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇതിനോട് അത്ഫാണ്, അതായത് യുന്തബു തഅദീലു സ്വലാത്തിൻ, തഅദീലു സ്വലാത്ത് സുന്നത്താണ്. വ തഖീറുഹ, പിന്തിപ്പിക്കലും സുന്നത്താണ്. ഇടക്ക് ജമാഅത്ത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ. മാലം യദ്ഖിൽ വഖ്തു, സമയം കുടുസാകാത്തപ്പോ, അതായത് സമയം നിസ്കാരത്തിൽ കിട്ടുമെന്ന് ഉറപ്പില്ലാതെ പിന്നെ ജമാഅത്തിന് വേണ്ടി പിന്തിപ്പിക്കണം. വലി വന്നിഹ, ഇനി ധാരണ ഉണ്ടായാലും പിന്തിപ്പിക്കൽ എന്താണ്? സുന്നത്താണ്. വലി വന്നിഹ, വന്നുണ്ടായത് കൊണ്ടും സുന്നത്താണ്. വല്ലിദ മഅതൂഫുൻ അലാ ഖൗലിഹി ലിതയഖുനി, വയുന്തബു തഖീറുഹ, പിന്തിപ്പിക്കൽ സുന്നത്താണ്. ലി വന്നി ജമാഅത്തിൻ, ജമാഅത്ത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ അതുണ്ടെങ്കിലും എന്ത് ചെയ്യാം? ധാരണ, ഉറപ്പില്ല, ധാരണ. എന്താണ്, ഇപ്പൊ ഒരു പള്ളിയിൽ പോയപ്പോ ആൾക്കാർ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്ന പള്ളിയാണ്. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞാൽ എന്തായാലും ഒരു സ്കൂൾ വിടാനുണ്ട്, അല്ലെങ്കിൽ ഒരു ബസ് വരാനുണ്ട്, അങ്ങനെ വല്ല കാരണവശാലും അവിടെ ആള് വരാനുള്ള ലന്നുണ്ട്. മറ്റിടത്ത് ഉറപ്പാണ്, എന്താ, ജമാഅത്തിന്റെ സമയം എഴുതി വെച്ചിട്ടുണ്ട്, ഇത്ര സമയത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആ സമയത്ത് ഇവിടെ ജമാഅത്ത് നടക്കും എന്ന് എഴുതി വെച്ച കണക്കിന് എന്തായാലും നടക്കും. അപ്പൊ യഖീനാണ്. വലി തന്നിഹ, ആ ജമാഅത്ത് ഏകദേശം ധാരണ ഉണ്ടെങ്കിലും പിന്തിപ്പിക്കൽ സുന്നത്താണ്. ഇതാലം യഫ്ഖുശു ഹുറൂഫൻ, ഒരു സാധാരണഗതിയിലുള്ള ഒരു വഷള്, ഒരു അസുർ നിസ്കാരമാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത്, മഗ്രിബിന് 10 മിനിറ്റ് മുമ്പ് ഉള്ളപ്പോഴാണ് നിസ്കരിക്കുന്നത്. ഒരു ആൾക്കാർ കാണുമ്പോ തന്നെ ഒരു മനസ്സ്, ഒരു ഈമാനുള്ള മനസ്സൊക്കെ അതിനൊരു പ്രയാസമായിട്ട് കാണും. അങ്ങനെ പിന്തിപ്പിക്കണ്ട. ലാലി ഷക്കിൻ ഫിഹാ മുത്ലഖ്, സംശയം, ഒരു ജമാഅത്ത് കിട്ടുമെന്നുള്ളൊരു സംശയം, അതിനു വേണ്ടി പിന്തിപ്പിക്കണം. ലാലി ഷക്കിൻ ഫിഹാ, ആ ജമാഅത്തിനെ കുറിച്ചുള്ള ഒരു സംശയമുണ്ട്, അതിനു വേണ്ടി എന്ത് ചെയ്യേണ്ടതില്ല. ലാലി ഷക്കിൻ ഫിഹാ ലാ യുന്തബു തഖീറുഹ ഇൻദ ഷക്കി ഫിൽ ജമാഅത്ത്, ജമാഅത്ത് കിട്ടുമെന്നുള്ളൊരു സംശയമുണ്ട്, അതിനു വേണ്ടി പിന്തിപ്പിക്കണ്ട. വൽ ജമാഅത്തുൽ ഖലീലത്തു, കുറഞ്ഞ ജമാഅത്ത്, കുറഞ്ഞ ആളുള്ള ജമാഅത്ത്, അവ്വലുൽ വഖ്തി, സമയത്തിന്റെ ആദ്യ സമയം കിട്ടുന്നത്, അഫ്ളലു, അതാണ് മഹത്വം, മിനൽ കസീറത്തി ആഖിറഹു, അവസാന സമയത്ത് കിട്ടുന്ന വലിയ ജമാഅത്തിനേക്കാൾ അഫ്ളല് ആദ്യം കിട്ടുന്ന ചെറിയ ജമാഅത്താണ്. അപ്പൊ അതിനാണ് പ്രാധാന്യം നൽകേണ്ടത്, സമയത്തിനാണ് അവിടെ പ്രാധാന്യം നൽകേണ്ടത്. എന്നാൽ വളരെ ഒരു ചർച്ച, വയു അഖ്റുൽ മുഹരിമു, ഹജ്ജിനെ ഇഹ്റാം ചെയ്ത ആള് പിന്തിപ്പിക്കണം സ്വലാത്തൽ ഇശാഇ, ഒരു ഇശാ നിസ്കാരത്തെ വുജൂബൻ, നിർബന്ധമായിട്ട്. ലി അജിലി, അജിലി ജീമിന് സുക്കൂനും ഉണ്ടാകുമ്പോ കാരണം, അജല് എന്നത്
അവധി, മരണത്തിനോട് എടുത്ത അവധി എന്ന് പറയില്ല, അജല്. ഇത് അജ്ലി. അജല് എന്ന് പറഞ്ഞ കാരണം ലി അജ്ലി ഖൗഫി ഫൗത്തി ഹജ്ജിൻ, ഹജ്ജ് നഷ്ടപ്പെടാനുള്ള ഭയം കാരണം അവിടെ ഇശാ പിന്തിപ്പിക്കൽ നിർബന്ധമാണ്. എവിടെ? ബിഫൗത്തിൽ വുഖൂഫി ബി അറഫാത്തിൻ, അറഫയിൽ നിൽക്കൽ നഷ്ടപ്പെടൽ കൊണ്ട് ഹജ്ജ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ അവിടെ ഹജ്ജ് ഇശാ വിശാലായിട്ട് നിസ്കരിക്കണ്ട. പക്ഷെ പിന്തിപ്പിച്ചാലും കുഴപ്പമില്ല. ഹജ്ജ് ഖദായി പോകരുത്. ഹജ്ജ് ഖദായി പോയാൽ ഒരു വർഷത്തിലൊരിക്കലുള്ളതല്ലേ. ലോ സ്വല്ലാഹ മുത്തമക്കിനൻ, വളരെ സൗകര്യത്തിൽ നിസ്കരിച്ചാൽ അറഫയിൽ നിൽക്കൽ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ അവിടെ എന്ത് ചെയ്യേണ്ടതില്ല? ഇശായിനെ വിശാലമായി ആദ്യം നിസ്കരിക്കേണ്ടതില്ല. ലിയന്ന ഖളാഅഹു സ്വഅബുൻ, ഹജ്ജ് ഖളാ വീട്ടുക എന്നത് വളരെ പ്രയാസാണ്. വസ്വലാത്തു, നിസ്കാരം തുഅഖറു, അവിടെ പിന്തിപ്പിക്കപ്പെടാം. ലിയന്നഹ അസ്അലു മിൻ മശഖ്ഖതിഹി, ഹജ്ജിന്റെ പ്രയാസത്തെക്കാൾ കുറച്ചുകൂടി ഈസി നിസ്കാരത്തിന്റെ പ്രയാസാണ്. അതുകൊണ്ട് നിസ്കാരം എന്ത് ചെയ്യണ്ട? ആദ്യം നിസ്കരിക്കണ്ട. എന്ന് മാത്രമല്ല, എന്നാ പിന്നെ ആ നടത്തത്തിനിടയിൽ സ്വലാത്തുൽ ഖൗഫ് വേണോ? ഷിദ്ദത്തുൽ ഖൗഫ്, ഭയം ശക്തമായ സമയത്തുള്ള നടന്നുകൊണ്ടുള്ള നിസ്കാരം വേണം? വേണ്ടവൻ വലാ യുസല്ലിഹ, ആ ഇശാഇനവൻ നിസ്കരിക്കണ്ട. സ്വലാത്ത ഷിദ്ദത്തുൽ ഖൗഫ്, ഷിദ്ദത്തുൽ ഖൗഫിന്റെ ഭയം ശക്തമായാലുള്ള ഓടിക്കൊണ്ടുള്ള നിസ്കാരം നിസ്കരിക്കുകയും വേണ്ട. നിസ്കാരം പിന്തിപ്പിച്ചാൽ മതി. വയുഅഖിറു ഐദൻ, നിസ്കാരം പിന്തിപ്പിക്കണം വുജൂബൻ നിർബന്ധമായിട്ട്. മൻ, ഒരാൾ, റഅ നഹ്വ ഗരീഖിൻ, ഒരു മുങ്ങിത്താഴ്ന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. ഇയാൾ കൈകെട്ടിയിട്ടുണ്ട്, എന്നാൽ അയാളെ രക്ഷിക്കണം. അയാളെ രക്ഷിച്ചാൽ നിസ്കാരം ഖളായി പോകും എന്ന് കണ്ടാൽ പോലും അയാളെ രക്ഷിക്കൽ നിർബന്ധമാണ്. നിസ്കാരം പിന്തിപ്പിക്കണം. എന്നിട്ട് അയാളെ രക്ഷിച്ചിട്ട് നിസ്കരിച്ചാൽ മതി. വയുഅഖിറു ഐദൻ, വുജൂബ് നിർബന്ധമായിട്ട് നിസ്കാരം പിന്തിപ്പിക്കണം. മൻ, ഒരാൾ, റഅ നഹ്വ ഗരീഖിൻ, മുങ്ങി നശിക്കുന്ന ഒരാളെ പോലെ കണ്ടു. ഔ അസീരിൻ, അല്ലെങ്കിൽ ആരോ ഒരു തമ്മാടികൾ ഒരാളെ പിടിച്ചുകൊണ്ടുപോകുന്നു, അയാളെ അടുത്തുനിന്ന് മോചിപ്പിക്കണം. മോചിപ്പിച്ചാൽ നിസ്കാരം നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്, എന്നാലും അയാളെ രക്ഷപ്പെടുത്തണം. ലൗ അൻഖദഹു, ആ മനുഷ്യനെ ഇയാൾ രക്ഷപ്പെടുത്തിയാൽ ഖറജൽ വഖ്തു, നിസ്കാരം പുറത്തായി പോകും, നിസ്കാരം കഴിഞ്ഞു പോകും. എന്നാലും എന്ത് ചെയ്യണം? അവിടെ പിന്തിപ്പിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, അവിടെ അവരെ രക്ഷപ്പെടുത്തുകയാണ് വേണ്ടത്. ഇവിടെ അവിടെ പ്രാധാന്യം നൽകേണ്ടത് എന്താണ്? ആ ആളുടെ അവരെ രക്ഷപ്പെടുത്തുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. സലാത്തു ഷിദ്ദത്തുൽ ഖൗഫി ലിൽ മുഹരിമി ഖാഫ ഫൗത്തൽ ഹജ്ജി ലൗ ഖസദൽ മുഹരിമു അറഫാത്തിൻ ലൈലൻ വബഖിയ മിൻ വഖ്തിൽ ഹജ്ജി മിഖ്ദാറുൻ ഇൻ സല്ലാ ഫീഹി അലൽ അർളി ഫാത്തഹുൽ വുഖൂഫു. ഒരാള് രാത്രിയില്, ഈ മുഹരിമായ മനുഷ്യൻ ഇശാ നിസ്കരിക്കാൻ തീരുമാനിച്ചാൽ അയാൾക്ക് ആകെ അറഫയിൽ നിൽക്കാൻ ആ ഇശാന്റെ സമയം ബാക്കിയുള്ളൂ. ഇശാ ആദ്യം നിസ്കരിച്ചാൽ അറഫയിൽ നിൽക്കൽ നഷ്ടപ്പെടും, അതോടെ ഹജ്ജ് നഷ്ടപ്പെടും. ഫാത്തഹുൽ വുഖൂഫു, അവിടെ ഹജ്ജ് അറഫയിൽ നിൽക്കൽ നഷ്ടപ്പെടും. ഐൻ സാറ ഫീഹി ഇലാ അറഫാത്തിൻ ഫാത്തത്തുഹുൽ ഇശാഉ, ഇനി അറഫയിലേക്ക് നടന്ന ഇശാ പോയി പോകും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ലം യജുസ് ലഹു അൻ യുസല്ലിയ സ്വലാത്തുൽ ഖൗഫ്, അവിടെ സ്വലാത്തുൽ ഖൗഫ് നിസ്കരിക്കണ്ട, അറഫയിൽ പോയിട്ട് നിസ്കരിച്ചാൽ മതി. നിസ്കാരം ഖളാ ആയി പോയാലും അവൻ നിസ്കാരത്തെ പിന്തിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്, അവിടെ കുറ്റം ഉണ്ടാവില്ല. വയുഅഖിറു എന്ന് പറഞ്ഞാൽ ഐ സ്വലാത്ത, ഇശാ നിസ്കാരത്തെ പിന്തിപ്പിക്കണം. ഇശാങ്കാനത്തോ ഇശാ ആണെങ്കിലും അല്ലാത്ത നിസ്കാരം ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? നിസ്കാരം അവിടെ പിന്തിപ്പിച്ചിട്ട് ഒരു രക്ഷപ്പെടണം. ഒരു മുങ്ങി നശിക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്തേണ്ടി വന്നാൽ ചെയ്യണം. ഇതുപോലെ തന്നെയാണ് വളരെ പ്രയാസകരമായ മയ്യിത്ത് നിസ്കാരമുണ്ട്, അല്ലെങ്കിൽ അതുപോലെ ഒരു വലിയ മുസീബത്ത് വരുന്നവർ അത് രക്ഷപ്പെടുത്താൻ അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ട്. അത്തരം ഒരു സമയം വന്നാൽ എന്ത് ചെയ്യണം? നിസ്കാരത്തെ ബന്ധിപ്പിച്ചിട്ടാണെങ്കിലും അവിടെ അവരെ രക്ഷപ്പെടുത്തുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. ഇതാണ് ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്ത വിഷയം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹാപ്പി സോണിന്റെ ഓൺലൈൻ ദർസ്, അതാണ് നമ്മൾ ഇപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ഇൽമു പഠിക്കുന്ന ഒരു സംരംഭമായി അതിനുവേണ്ടി ചെലവഴിക്കുന്ന ഈ സമയമൊക്കെ അല്ലാഹു പുണ്യമുള്ള അമലായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.